ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. വെൽക്കം ടു അൽസാം. ഇത് ഞാൻ മേടിച്ചു കൊടുത്തേന് ഗൂഫി. അതായത് അവന്റെ ക്യാരക്ടറിന് പറ്റിയ ഒരു അവൻ ഭയങ്കര ഗൂഫി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലൈക് ഫണ്ണി. അപ്പൊ ഇന്ന് യാസറിന്റെ വാപ്പാന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ അബുദാബി വരെ പോവുകയാണ് പുള്ളി ഒന്ന് കാണിക്കാനായിട്ട്. അവൾക്ക് ഞാൻ ചെറിയ ഹെഡ്സെറ്റ് കൊടുത്തു ഗൈസ്. നിങ്ങൾ മേടിച്ചാടാ ഗിഫ്റ്റ്? നീയാ അല്ല മറ്റേ കുട്ടിയാര് കല്ലത്ത് പോയാലും പോവേണല്ലേ? നീ എന്തോ വാങ്ങിക്കാൻ പോണു? ഇഷ്ടമുള്ള മേടിക്കും. സർപ്രൈസ്. അയാളെ തുറന്നു വെച്ചോണ്ട് വരത്തില്ല നമ്മള്. എനിക്ക് മനസ്സിലായി ഇത് ടിസോടെ വാച്ച അല്ല. ടിസോടെ ഞാൻ കണ്ട് ഞാനൊക്കെ സർപ്രൈസ് ആയിരിക്കും. ഞാൻ ഒരു തരംസിന്റെ മറ്റേ മുട്ടായി പിടിച്ചു. നീ ഒരു ജോഡി ചെട്ടി മേടിക്കും. അത് നല്ല ഐഡിയ. സൈസ് എത്രടാ? അത് നല്ല ഐഡിയ ആയിരിക്കും. നല്ലൊരു ചെട്ടി മേടിക്കാം. ഇവിടെ ഇടവഴിയൊക്കെ ഉണ്ട്. എനിക്കറിയാം. ബാക്കിൽ ആദ്യമായിട്ട് കയറുന്നത് ആ ജന്നല്. അത് കൊള്ളാം കേട്ടാ. സൂര്യപ്രകാശം അടിക്കാൻ വേണ്ടി. എടാ പാവ സൂര്യയുടെ പടം ഇതല്ലേ ഇറക്കിയില്ലല്ലേ? ഇല്ല ഒരിടത്തും ഇറങ്ങിയില്ല. അവിടെ 50 കോടി രൂപ എടുക്കാറുണ്ടെന്ന് പ്രൊഡ്യൂസർ ആർക്കൊക്കെ എന്തോ. അത് സോർട്ട് ചെയ്താൽ മാത്രമേ റിലീസ് ആവുള്ളൂ. നാളെയെങ്കിലും റിലീസ് ആവുന്ന പ്രതീക്ഷ. ആ പാവം കേട്ടാ RJ ബാലാജി വന്നിരുന്ന് കരയുന്നടേ. അതന്നെ പാവടാ. അയാളാണ് ഡയറക്ടർ. ആ പടത്തിലെ വില്ലനും അവന്. ഇത് മാർക്കറ്റിംഗ് ആണെങ്കിലോ? ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ മൊത്തം ടിക്കറ്റ് മേടിച്ച് റിട്ടേൺ കൊടുക്കണതാ. എന്തോ മാർക്കറ്റിംഗ് കൊള്ളാല്ലേ? നീ നോക്കിയായിരുന്ന സാധനം? നോക്കിയാ? അവന് കൊടുക്കില്ല കേട്ടോ. ഓരോരുത്തന്മാരുടെ ഭാര്യമാർക്ക് കൊടുക്കണത് അവന്മാരാണ് എടുക്കണത്. ഇതൊക്കെ തിരിച്ചു തന്നെ വെക്കണുണ്ടോ? അങ്ങനെ നമ്മള് അബുദാബി വരെ ഒന്ന് പോവാണ് ഗൈസ്. അബുദാബിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അബുദാബിയില് വ്ലോഗ് ഒത്തിരി പാടാണ്. അപ്പം വിളിച്ചെടുക്കണം. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ വിശപ്പിന്റെ വിളി കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി ജ്യൂസും കടിയും വൈകുന്നേരിക്കും. ഇത് ഇത്ര ചെറുതാക്കി അടി റോഡ് ചെറുതാക്കി. ഡിഫൻഡർ പോകാൻ പറ്റിയ റോഡാ. ഓക്കെ. അപ്പോ അങ്ങനെ നമ്മൾ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പരിപാടി? ബർത്ത്ഡേ, ബിരിയാണി കഴിപ്പ്, പിന്നെ ഷവർമ, ഒരു ചിക്കൻ പൊരി, പിന്നെ ഷവർമ. മറ്റേ ഷവർമല്ലേ കഴിക്കണില്ലേ നമ്മള്? വെയ്ത്തിൽ ഖത്തിയാർ വൺ ഓഫ് ദ ബെസ്റ്റ് ഷവർമ ഇൻ UAE-യിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമ. ഏറ്റവും ബെസ്റ്റ് ബീഫ് ഷവർമയാണ് തോന്നുന്നു. ബീഫും ചിക്കനും ഉണ്ടോ അവിടെ? ഞാൻ ചിക്കൻ ആയിരിക്കും. അതായത് ഒരു ചെറിയൊരു വട്ട ബണ്ണില് നടുക്ക് മുറിച്ചിട്ട് അതിന്റെ അകത്ത് സാധനം വെച്ചിട്ട് മിക്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഒരു ആക്ഷൻ. എന്തിനെങ്കിലൊക്കെ പോകും. എന്തിനാണെങ്കിലും അത് കഴിക്കണം. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കണേ. നമ്മൾ അത് അബുദാബിയില് എന്തായാലും പോണ വഴി ഡയറ്റ് ആയിട്ട് ഞാൻ ഫുള്ള് ചീറ്റ് കലോറി ഡെഫിസിറ്റാ. ശരി. അപ്പൊ നമ്മള് ഓൺ ദ വേ ടു അബുദാബി. എന്നിട്ട് നമ്മള് വീട്ടിൽ സാധനം ഇറക്കിയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ മേടിച്ചേട്ടാ. ഏതാന്നറിയോ? ടിസോടെ വാച്ച. സർപ്രൈസ് നമ്മൾ കൊടുക്കും. നമുക്ക് കിട്ടില്ല സർപ്രൈസ്. 3 നമുക്ക് ഗിഫ്റ്റ് നമുക്ക് കൊടുത്താലോ? എന്തോന്നും കാറ് മേടിച്ചു കൊടുക്കും. എങ്ങനെയുണ്ടാവും? നെട്ടും അപ്പൊ നമ്മള് പോയിട്ട് വരും. അങ്ങനെ നമ്മള് ഫ്രഷ് പ്ലസ് കയറി. എന്തോടാ കഴിയാൻ പോണ? സ്നേക്ക് കഴിക്കാൻ വന്നാണ് കേസ്. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ മേടിക്കട്ടെ. ഇവിടെ ചെറിയ കടിയൊക്കെ കിട്ടും കേട്ടോ. ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ജ്യൂസും സാധനങ്ങളും ഗ്രോസറിയും അതേപോലെ സമോസയും സാൻഡ്വിച്ച്. Turkey over cheese inside this Any healthy snacks? This one, allow me. കഴിക്കുന്നവർ കഴിച്ചോട്ടെ. ഞാൻ എന്തായാലും കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം. കുടിക്കാൻ ഇവിടെ ഇങ്ങനെ ജ്യൂസ് എനിക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ ജ്യൂസോ സോയാ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. കമ്രാവാഹ അത്യാവശ്യം നല്ല ട്രെൻഡിങ് സ്പ്രേ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. കളിപ്പാട്ടം ജെട്ടി പെർഫ്യൂം ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് അടിച്ചു കഴിഞ്ഞാണല്ലോ എല്ലാം കൂടെ കരിയും. എന്താ 11 എന്തൊരു ഓർഡർ ചെയ്ത് ഗൈസ്.
നല്ല നൊമാഡിയന്റെ ലുക്ക് അതാ guys. വെള്ളം മുടിക്കും നമ്മൾ സർപ്രൈസാ. ബ്രെഡ് ആണെങ്കിൽ എനിക്ക് വേണ്ട. അപ്പോൾ അവന്റെ ഡിഫൻഡർ അവിടെ കിടക്കുന്നു. അത് വണ്ടി തന്നെ കേട്ടാടേ. അപ്പൊ നമ്മൾ എന്താ ഇതൊക്കെ എടുക്കണത്? നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ മേടിയാ. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗജാതി വണ്ടി നോക്കിയേ. എനിക്കും ഇതുപോലെയൊക്കെ കാർ എടുക്കണമെന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ എടുക്കും, പതുക്കെ എടുക്കും. പെർഫ്യൂം നല്ല ചോയ്സ് ആട്ടോ. എന്തൊരു പെർഫ്യൂം വാങ്ങിക്കാൻ പോകണം ഗിഫ്റ്റ് ആയിട്ട് അല്ലേ? എനിക്ക് വേണ്ടടാ, ബ്രെഡ് വേണ്ട വേണത്തോണ്ട. ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്തിട്ടാ. ഗൈസ്, ലവന്റെ ഫാദറിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനായി നമ്മൾ എവിടെ ഇടാവുന്ന? അബുദാബിയിലെ എന്ത് മാൾ? അൽ മഹദ മാൾ. ബഹ്ദേ വാ അൽ വഹദ മാളിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇവർ പെർഫ്യൂം മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല വല്ല പെർഫ്യൂം ആണെങ്കിൽ ഞാനും മേടിക്കാം. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഒരു വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ ഒരു മോൾ കേട്ടോ. ഞാൻ അധികം കാണിക്കാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും വന്ന് ഇവിടെ ഫിലിപ്പീൻസ് ആണ് നോക്കുന്നത്. ചെറിയ മോള്, ഒരു ചെറുതല്ല വലുതാ. വലിയ മോള് എന്ന ഒരു സെറ്റപ്പ് കൊള്ളാം, മനോഹരമായിട്ട്. ഇത് പഴയ മോളാണ്. അബുദാബി വന്നിട്ടുണ്ടോ ഗൈസ്? വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ദുബായിൽ സ്റ്റുഡിയോ ഉള്ളൂ. അബുദാബിയിലുണ്ടെങ്കിൽ മഹദ മോളിൽ വരിക. നമ്മുടെ മൂലകോശിലുണ്ട് സ്റ്റുഡിയോ. പിന്നെ സ്റ്റുഡിയോ ഉള്ളത് ഇവിടെ ഉണ്ടായി. സിലിക്കൺ ഓയസിസ്. നല്ല രസമുണ്ട്. സത്യം അറിയില്ല, മാറ്റി വിസയുടെ അതെല്ലാം സൈസ് എല്ലാം മാറ്റി, പഴയ സൈസ് അല്ലേ. ശരി, അബുദാബിയിൽ അങ്ങനെ എനിക്ക് അറിയത്തില്ല എന്തോന്നു സൈസ്. മൈൽ സ്റ്റോൺ കോഫി. നല്ല കോഫി കേട്ടോ. ആണോ? അത് മൈൽ സ്റ്റോണിലാണ് അത് പോകുന്നത്. അത് മൈൽ സ്റ്റോൺ അടിക്കണം, നല്ല കോഫി കിട്ടും, അവിടെ നിന്ന് കിട്ടും. കിലോമീറ്റർ അല്ല, മൈൽ സ്റ്റോൺ. ഒരു മൈൽ സ്റ്റോൺ അടിക്കണോ? നീഡ് ഫോർ സ്പീഡ്. കൊണ്ടുപോകണത് സൊറോസ്കി. സ്വരം നല്ലതാണ്, എന്നാലും അവർ നമുക്ക് ആക്കി തരും. അതാണ് സൊറോസ്കി. ഓക്കെ, എൻ്റെ അമ്മോ, ഞാൻ പെർഫ്യൂം വാങ്ങിക്കാൻ പോട്ടെ ഗൈസ്. നമ്മൾ റസാസിയുടെ പെർഫ്യൂമിൻ കടയിലാണ്. ഇവിടെ വന്നപ്പോൾ വേണ്ട നമ്മുടെ ഹവാസ് ഇരിക്കണം. ഹവാസ്, ഇത് സാധാ ഹവാസ്, ഐസ് അല്ല, നല്ല സാധനമാണ്. വെരി നൈസ്. ഒരുപാട് പെർഫ്യൂം ഉണ്ട് കേട്ടോ ഇവിടെ. ഇല്ലേടേ, നീ എന്താ തീരുമാനിച്ച്? ഞാൻ പറഞ്ഞൊരു പെട്ടിയില്ലേ അവിടെ ഇരിക്കണ ഗിഫ്റ്റ് ഇതുണ്ടോ, അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതേപോലെ മോളിലിരിക്കണ ഇങ്ങനത്തെ എന്തെങ്കിലും. ഓ, ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ വെക്കാം. പരമല ശരിയാണ്. ഇവൻ നിനക്ക് ഇംഗ്ലീഷ് അറിയാം. തട്ടി തോളി കയറ്റ്, ഇത് കിട്ടും. പല ടൈപ്പ് ഡിസൈൻ ഉണ്ട്. അതിന് അവർക്ക് തന്നെ ചോദിച്ചു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളവരുണ്ട്. ഹവാ സൈസ് കിടില്ല സെറ്റ്. ഇവിടെ കൊള്ളാം കേട്ടോ. നല്ല പെർഫ്യൂമുകളാണ്. അറേബ്യൻ പ്രൈവ് ഇതൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. ഫ്രൂട്ടി. ഓ കൊള്ളാം, ഫ്രഷാണ്. ഓ കൊള്ളാം കേട്ടോ. അത് ഇല്ലേ, ഇത് നല്ല ഫ്രഷ് സ്മെല്ല്. ഇത് 50 ml ആടെ. ഇത് 10 ml. മണമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. കണ്ടോ, അത്രേ ഉള്ളൂ. രണ്ടെണ്ണം കൂടെ 250 രൂപ ഡിസ്കൗണ്ട് ആണ് കൈസ്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ 155ന്റെ പെർഫ്യൂം മേടിക്കുകയാണെങ്കിൽ 155 വേറൊരു പെർഫ്യൂം മേടിച്ചാൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പം അങ്ങനെ എന്താണെങ്കിലും അവർ 2 സ്പ്രേ എടുത്ത്, ഒരെണ്ണം ഹവാസും പിന്നെ അവർ തന്നെ വേറെ എന്തോ സാധനവും. കൊള്ളാം, നല്ലതാണ്. റസാസിയൊക്കെ നല്ല കിടിലം ബ്രാൻഡാണ് കേട്ടോ. ധൈര്യമായിട്ട് മേടിക്കാം. നല്ല ലാസ്റ്റിങ്ങും ആണ്, കിടിലം മണവുമാണ്. നൈസാണ്. അതൊക്കെ ഡ്യൂപ്പ് ഫ്രാഗ്രൻസുകളാണ്. ഡ്യൂപ്പ് ആക്ച്വലി വെരി നൈസ്. ഇതേപോലത്തെ ബ്രാൻഡാണ് ലത്താഫ, പിന്നെ അഫ്നാൻ്റെ മറ്റു സാധനം, മറ്റേ കളക്ടേഴ്സ് എഡിഷൻ സുപ്രീമസി വെടിക്കെട്ട് ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി ഓടി നോർമൽ പെർഫ്യൂം കടയിൽ വന്ന് പെർഫ്യൂം മേടിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ടോം ഫോർഡ്, ഷനേൽ, ഗുച്ചി, ടോമി ഫിഗർ, YSL, ഗസ്, അർമാഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ഇത് അർമാഫ് അല്ലേ? അർമാഫ് ആണ് ഈ സാധനം മോനെ. ക്ലബ് ഡിനിയോ, അർബൻ മാൻ, കിടിലം സാധനം. ഇതും ഇൻറ്റൻസ് മാനും, ഇതും പോളി സാധനവും കിടിലമാണ്. രണ്ട് നല്ല. ഇത് ക്ലബ് ഡിനിയോ സെറ്റ് സാധനമാണ്. ഇത് അവരെ പുതിയത് ക്ലോക്സ്. ഈ സീരീസ് മൊത്തം നല്ല ക്ലബ് ഡിനിയോ. വലിയ വിലയൊന്നുമില്ല. നോക്കി 150 100. ഇതൊരെണ്ണം എടുത്താലോ എന്ന് ആലോചിക്കുക. നല്ല മണമാണത്.
അർബൻ മാൻ എലക്സിയർ. ഭയങ്കര കിടിലം പെർഫ്യൂംസ് ആണ് അതൊക്കെ. ഗൈസ് എനിക്ക് നൊമാഡിയ പെർഫ്യൂം മേടിച്ചു തന്നു ഗൈസ്. താങ്ക്സ് ഡാ. ഓ ഇവിടെ ഉണ്ട് ലത്താഫ. ഇവന്മാരെ സാധനമാണ് ഞാൻ ഇപ്പം മേടിച്ചേക്കുന്നത്. ഇത് നല്ല ബ്രാൻഡാണ് കേട്ടോ, പക്ഷെ ഇത് ഇവിടെ ഇല്ല. ഇവിടെ ഈ ബോഡി മിസ്റ്റൊക്കെ ഉള്ളൂ. ലത്താഫേര കമ്ര എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, നൈസാ. കുറച്ചും കൂടെ സ്ട്രോങ് പെർഫ്യൂമാണ് അത്. ഈ അസേറോ ബ്രാൻഡഡാ. അല്ല ഈ ദിസ് വൺ ഒരു ദാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിച്ചത്? എനിക്കത് വേണം. എന്റെ പെട്ടിയും പാക്കേജിങ് ഒക്കെ അടിപൊളിയാ ഗൈസ്. എനിക്ക് നൊമാഡിയ വാങ്ങിച്ചത് ഈ സാധനം കിട്ടില്ല. ഇതിന്റെ പെട്ടിയൊക്കെ ഭയങ്കര രസമാണ്. എന്റെ ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നൈസാണ്. ഞാൻ മറ്റേത് ഇയാൾക്ക് മേടിക്കാൻ മറ്റേ അർമാഫ് അപ്പോഴാണ് ഇയാൾ ഇത് എടുത്തോണ്ട് വന്നത്. ഇവിടെ ആദ്യം മേടിക്കാൻ വന്നപ്പോഴാണ് ഇയാൾ ഇത് പോയിക്കൊണ്ട് വന്നത്. ഓ എനിക്ക് ഇത് പുതിയതാ. എനിക്കറിയില്ല. ഇതിന്റെ പെട്ടിയാ ഭയങ്കര രസമാണ്. റിവ്യൂ കേട്ടോ, ഭയങ്കര സൂപ്പർ സാധനമാണ്. അടിപൊളി, നല്ല ലാസ്റ്റിങ്ങും നല്ല മണമാണ്. താങ്ക് യുടാ. നല്ല പെർഫ്യൂം മേടിച്ച് അടിക്കാൻ വേണ്ടി നാറ്റോ, അതുകൊണ്ട് സത്യം പറയാലോ. ഇപ്പൊ മണപ്പിക്കടാ പട്ടി, ഇപ്പൊ മണത്തോക്കടാ. പക്ഷെ അടുത്ത പ്രൊജക്ഷൻ ഇല്ല, അതെന്ത് ചെയ്യാ? ഇത് അർമാനി അടിച്ചിരിക്കുന്നത് ഇന്റൻസ് യു. ഒരു കാര്യമില്ല ഗൈസ്. എന്റെ ഷർട്ട് ഒന്നെങ്കിൽ എന്റെ ഷർട്ടിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്റെ പ്രശ്നമായിരിക്കും. എന്താണെങ്കിലും പ്രശ്നമാണ്. അടിപൊളിയായിട്ട് പാക്ക് ചെയ്തത്. നല്ല രസമുണ്ട്. നൈസ് പാക്കിംഗ്, റിയലി നൈസ്. യെസ്, ബലൂൺ. ഡു യു ഹാവ് ബലൂൺ? ഓ ഓക്കേ. ഗൈസ് ഞാൻ നൊമാഡിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. Nice unboxing. താങ്ക് യു. Thank you, sir. താങ്ക് യു. Sir, if you don't mind, can you bring this one? ഓക്കെ. അതെ, സ്കാൻ ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഒരു റിവ്യൂ എടുക്കണം. ഓ താങ്ക് യുടാ. താങ്ക് യു. താങ്ക് യു. നൈസ് മീറ്റിംഗ്. നല്ല ടീഷർട്ട് കേട്ടോ, നല്ല ചേരാണ്. ഞാൻ മേടിച്ചു കൊടുത്താണ് ഗൈസ്. എന്തായാലും ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് യാസറിന്റെ വീട് ഗൈസ്. കൊച്ച. ഓ നൈസ് ഹൗസ്. ഉള്ള കൊല വ്യൂ ഒക്കെയാണല്ലേ. ഹായ് ബലൂൺ. മുമ്പോ വൻ സീൻ. ഇത് നീ ഒറ്റയ്ക്ക് ചെയ്താ? അടിപൊളിയാണല്ലോ. നല്ല സൂപ്പർ മെഗാ ഹൗസ്. ഇത് പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക്കാണ്. ഞാൻ മേടിച്ചു. വാട്ട് എ വ്യൂ ഗൈസ്. അബുദാബി മൊത്തം കാണാം. ആണോണ്ടാ കൊച്ചു പിള്ളേരോടെ ഫീഫ കളിക്കാൻ. ഹായ് വെള്ളമില്ലാത്ത ഫിഷ് ടാങ്ക്. ഇത് PS5 പ്രോയാ? PS5. PS3 ഉണ്ടോ? PS4. എവിടെ ആന? എവിടെ? ഒരു സൂപ്പർ. ഇത് ആനല്ലേ? ഇത് കൊരങ്ങ. ഫീഫയുടെ കേസാണ് കേട്ടോ സംസാരിക്കുന്നത്. എടാ കുറച്ച് നല്ല കളിക്കാൻ അറിയാവുന്നവരോടെ നീ കളി. കൊച്ചു ഇറക്കണ്ടവൻ. അവൻ നീ കളിച്ച് പഠിക്കാണ്ട്. ആണോ? അവന്റെ ആ ഒരു എളിമ വേണ്ട. ക്രിക്കറ്റ് അല്ലേ കളിക്കാൻ വേണം, ഫുട്ബോളാണ് ഫീഫ കളിക്കുന്നത്. ബാർസ. നമുക്കൊരു എൽ ക്ലാസിക്കോ ആയിക്കോട്ടെ. ഏതാ? കൊള്ളാം. എൽ ക്ലാസിക്കോ ഗൈസ്, എൽ ക്ലാസിക്കോ. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അത് തന്നെ ഗൈസ്. നൊമാഡിയൻ അങ്ങനെ എങ്ങനെയൊക്കെ അടിക്കുകയാണ്. അടിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. നിനക്ക് കളിക്കാൻ അറിയോ? വൻ കളി ഗൈസ്, വൻ കളി. അടി അടി, അത്രേ ഉള്ളൂ. ഗോൾ ഗൈസ്. അങ്ങനെ യാസർ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഡിഫൻസ് അറിഞ്ഞൂടാത്ത യാസർ എവിടെയൊക്കെ ഓടുകയാണ്. വന്ന് പോയി. ഒരു നൈസ് ഒരു പാസ് വന്നിരിക്കുകയാണ്. പെട്ടെന്നാവട്ടെ. കഴിഞ്ഞ്. അത്രേ ഉള്ളൂ. വാട്ട് എ പാസ്. പാസോട് പാസ്. വാശിയേറെ മത്സരം നടക്കുകയാണ് വെള്ളയും കറുപ്പുമായിട്ട്. അടി സഖ്യ എന്ന് പറഞ്ഞിട്ട് പാസ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബാഴ്സലോണയുടെ കയ്യിൽ പന്ത് വന്നിരിക്കുന്നു. കാൽപന്ത് കളി. പിന്നെയും നൊമാഡിയന്റെ കയ്യിൽ പന്ത് വന്നിരിക്കുന്നു. ഒരു അടി, ഗോൾ. നൊമാഡിയൻ 1-1, ബാർസലോണ 1, റിയൽ മാഡ്രിഡ് 1. ഇനിയാണ് കളി മാറാൻ പോണത്. വല്ലപ്പോഴും ഫീഫ കളിക്കുന്നവൻ വെസസ് എപ്പോഴും ഫീഫ കളിക്കുന്നവൻ. കണ്ട പോണണ്ട. ഇത് ഗോൾ നിന്റെ ഗൈസ്. ഗോൾ. അതെ
ഓടടാ ഓട്ടം 2-1. ആരാണെന്ന് അറിയാം? അതെ മനസ്സിലായി. മറ്റേ ഇന്റർനാഷണൽ കളിയിൽ സെക്കൻഡ് എത്രയാണ് പൊസിഷൻ കിട്ടിയ ക്വാർട്ടർ ഫൈനൽ പോയതാണ്. ഈ സ്പോർട്സിലോ? ഈ സ്പോർട്സ് അല്ല, വേറൊരു ഇന്റർനാഷണൽ ടൂർണമെന്റിലാ? ടൂർണമെന്റ്, ഛേ, ലോക്കൽ ടൂർണമെന്റ്. നല്ല ബോൾ കൺട്രോൾ ആണ് നമ്മുടെ ബാർസലോണയിലെ കളിക്കുന്ന. അറിയിക്കില്ലേ? അതെ അതെ അതെ. ഓ വാ, വാട്ട് എ ഡ്രിബിൾ, വാട്ട് എ ഡ്രിബിൾ, ഡ്രിബിൾ ഓൺ ഡ്രിബിൾ, ഡ്രിബിൾ. കയ്യിൽ പോയി, കയ്യിൽ പോയി, പിന്നെയും പോയി. അടുത്ത ഗോൾ തന്നെ ഗൈസ്. 2-1. 3-1. സോറി ഗൈസ്, 3-1. ഗൈസ് നൊമാഡി ഭയങ്കരമായിട്ട് കളിക്കും. ഇത് കളി വേറെയാണ്, വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞാണ്. 3-0. ഇത് മിക്കവാറും ഒരു ഇതിപ്പോ 4 ആവും ഉടനെ തന്നെ. അത് കയറി 4-0. എടേ ഇതെന്താ നീ ഓപ്പൺ മറ്റേ ഗോളിയെ വിടും, ചായ കുടിക്കാൻ വിടും, അതായിരിക്കും നല്ലത്. അവന്ന് ചായ കുടിച്ചിട്ട് പറഞ്ഞത് ഓപ്പൺ ഗോൾ. 4-0 ഗൈസ്, 4-0 ഗൈസ്. ഈ ഇന്നത്തെ ഈ മട്ടൻ ബിരിയാണിയും ഈ ചിക്കൻ ഫ്രൈയും ഒക്കെ യാസറിന്റെ കലാവിരുതുകളാണ്. പക്ഷെ ബിരിയാണി അല്ലേ ഫ്രം ദ സ്ക്രാച്ച്. മട്ടൻ ബിരിയാണി അവൻ്റെയാണ് കേട്ടോ. എന്നാലും നല്ല നല്ല ഒത്തന്റിക്, വളരെ ലൈറ്റ് ആയിട്ടുള്ള മാരിനേറ്റഡ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. ഹെവി സ്പൈസസോ അങ്ങനെയൊന്നുമില്ല. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. കൊള്ളാടാ. എന്റെ മോനെ. നല്ല നല്ല ഇതെന്താണത്? മീറ്റ് കുക്ക് ചെയ്യാൻ നിന്നെ കഴിഞ്ഞോളൂടാ. എങ്ങനെയുണ്ട്? കിട്ടില്ലോ? ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ മട്ടൻ ബിരിയാണി മാത്രം കൊടുക്കുന്നതാണ്. പൊളി കേട്ടോ. ബാക്കി ശേഷം ടേബിളിൽ. ഞാൻ മട്ടൻ ബിരിയാണിയെ കഴിച്ചിട്ട് വന്നപ്പം ഇവിടെ 7-2. 7-2. ആ അതെ അതെ അതെ, റിയൽ മഡ്രിഡ് പൊട്ട ടീം. അടി. ഓ ഞാൻ കാണിച്ചാന്ന് കളിപ്പിച്ച്. 7-2 ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, കാണിച്ചില്ല. 7-2 വെളുത്ത് 2 കളി നല്ല വൃത്തിയായിട്ട് തോറ്റ്. എടാ മട്ടൻ ബിരിയാണി രക്ഷയില്ലടാ യാസറിന്റെ. നീ കഴിച്ചിട്ടുണ്ടോ യാസറിന്റെ മട്ടൻ ബിരിയാണി? എടാ ഒരു രക്ഷയില്ലടാ, കിട്ടില്ല. 8-2. 8-2 ഗൈസ്. 8-2 അവൻ ജയിക്കും. എന്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ. ശരി ശരി പ്രാക്ടീസ് ചെയ്ത് കേക്കാ അതും വെച്ചിട്ടാണോ പറഞ്ഞത്? കേക്ക് തൂക്കി. കേക്ക് തൂക്കിയാ? നീ ഇവിടെ പൊട്ടി, നീ സർപ്രൈസ് പോലെ ഇത് പൊട്ടു. ഒന്ന് ടെസ്റ്റ് ചെയ്താലേ? അതാ ലൈറ്റ് പോയി. അത് കുഴപ്പമില്ല. ഇതിങ്ങനെ അടച്ചു കിടക്കട്ടെ. അവന്റെ പൊട്ടിയില്ല. ഹലോ നമസ്കാരം. അല്ല പൊട്ടി. ഹാപ്പി ബർത്ത്ഡേ. ഈ കേക്ക് എപ്പോ നമ്മുടെ ഹായ് വെറൈറ്റി. പറ്റിയോ നിനക്ക്? എന്താ പറ്റിയത്? ഇതിപ്പോ എന്താ കേക്കല്ലേ? അതാ നമ്മള് 5 മണിയെ. യെസ് അല്ലേ, ഇപ്പൊ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. അതെ എടാ ഞാൻ കൊടുക്കണത് പുള്ളിക്കാരന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞൂടാ. എന്നാ ഞാൻ പിടിക്കാം. ഇതൊരു കാര്യം അതെ നമുക്ക് ഇങ്ങനെ ചോർ. ഫസ്റ്റ് ഗിഫ്റ്റ്. അല്ലാ ഇത് ബിർക്കൻ സ്റ്റോക്ക്. ഉപകാരം. അതെ സമ്മാനം നമ്പർ 2. ചെസ്റ്റ് നമ്പർ 2. ആ ഇതാണല്ലേ പറയും പോലെ. ആ
ആ കേക്കിന് എന്തോ പ്രശ്നം, കേക്കിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലായി. നൈസ്. ഇനി നമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കേ, അടുത്ത എന്നെ കറക്റ്റ് സാർ. ഓക്കെ, എന്റെ വക സമ്മാനം ZX സ്പോൺസർ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വാച്ച്. പുഡിംഗ് കഴിക്കാം. കസ്റ്റാർഡ് പുഡിംഗ്. അങ്ങനെ വെച്ച് തന്നെ ചെറിയൊരു ആക്സിഡന്റ്. ഹാപ്പി ബർത്ത്ഡേ വാപ്പ. ഓ അതായിരുന്നല്ലേ. ചിക്കൻ ഫ്രൈ എടുക്കുക, അവൻ മധുരം കഴിക്കില്ല. ഷുഗർ കട്ടാ. ഫ്രൂട്ട്സ് കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫോട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാപ്പ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ടെൻഷനായി പോയി. എടാ എല്ലാരും കൊടു, നിനക്ക് നീ കൊടു. ഞാൻ ഷുഗർ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാൻ അതിന് കുറച്ച് ഫ്രൂട്ട്സ്. ഞാൻ തള്ളിയത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ കേക്ക് കഴിക്കില്ല. അത് കഴിക്കും. കുറച്ച് കഴിക്കാം. അടിപൊളി. നല്ല കേക്ക്. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മതി. നല്ല കേക്കായിരുന്നു. എന്താ ചോറ് തിന്നണോ? ഷുഗർ കട്ടാ, പക്ഷെ ഇത് ഇന്നൊരു കുഴപ്പമില്ല. ഇത് കട്ടായിട്ട് കഴിക്കാം. ഇയാള് മറ്റേത് കഴിക്കാൻ ജാടായിരുന്നല്ലോ, വേഫർ. ഞാൻ ഒരു വേഫർ തന്നു. സന്തോഷത്തിൽ പങ്കേറാം. ഓക്കെ മട്ടൻ കഴിച്ചു. ഗൈസ്, യാസറിന്റെ മെഗാ ബിരിയാണി. വെരി നൈസ്, അമേസിംഗ്. ആപ്പീസിന്റെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എന്താണ് സ്ഥലത്തിന്റെ പേര്? മദീന അൽ സൈദ. മദീന സൈദ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെന്ററിലാണ്. ഇവിടെ എല്ലാം കിട്ടും. പെർഫ്യൂം കിട്ടാം, ഡ്രസ്സ് കിട്ടാം, എല്ലാം കിട്ടാം. ആ നല്ല മണം. അബായ, റെട്രോ വൈബ്സ്. തുണിക്കട എല്ലാം ഉണ്ട് ഗൈസ്. എവറിത്തിങ് അവൈലബിൾ. എന്താണെങ്കിലും കൊള്ളാം. ഇങ്ങനെ മൊബൈൽ ഇതൊക്കെ ഉണ്ട്. കേസൊക്കെ ഉണ്ട് കേട്ടോ. കേസ്, മൊബൈൽ കേസ്, നല്ല രസമുണ്ട്. ഒരു ഷോപ്പിംഗ് സെന്റർ, പഴയ കാലത്തെ ഷോപ്പിംഗ്. എത്ര വർഷം പഴക്കമുള്ളതാണ്. നല്ല ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്ച്വലി. ഈ ഒരു ഇതൊരു ഗോൾഡ് സൂക്കോ അങ്ങനെ എന്താ പരിപാടിയായിരുന്നു. ചെരുപ്പുണ്ടാ, തലയുണ്ടാ, വാച്ചുകളുണ്ടാ. ഗൈസ്, മെയിൻലി ഒരു ഷോപ്പിംഗ് സെന്റർ. അത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഉണ്ടോ? പ്രിറ്റി നൈസ്. പറയുമ്പോൾ ഇവിടെ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ വരാറുണ്ടെന്ന് ഷോപ്പ് ചെയ്യാൻ. ഇല്ലടാ, ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ വന്ന് ഷോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ്. വെറും ലെറ്റിലെടുക്കല്ല. ട്രൗസറും ടീഷർട്ടും ടീഷർട്ട്. പുള്ളി അത് മതിയല്ലോ ഒറ്റയ്ക്ക്. കൂടാതെ ക്രിസ് ഹെംസ്വർത്തിന് അതൊക്കെ ധാരാളം. അപ്പോൾ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ വരെ നിങ്ങൾ അബുദാബി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ആണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. പെർഫ്യൂം, ജൂവലറി, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കൂൾ ഇങ്ങനെ ആർക്കിടെക്ചർ കാണാം. ആർക്കിടെക്ചർ സി. ഓ ഇൻട്രസ്റ്റിംഗ്. ഇത് UAE-ലോ GCC-ലോ ആകെ ഉള്ള ഒരേ ഒരു ചെരിഞ്ഞു വന്ന എസ്കലേറ്റർ. ഓ കർവ്ഡ് എസ്കലേറ്റർ അല്ലേ? ഓ നൈസ്. അത് ഏഷ്യ ഇവിടുത്തെ GCC-ലോ അങ്ങോട്ട് ഒന്നുമില്ല. GCC-ൽ പറയണല്ലോ. GCC-ൽ അല്ലെങ്കിൽ UAE-ൽ. ഓ നൈസ്. എന്താ കർവ്ഡ് എസ്കലേറ്റർ ഉണ്ടാടാ? നോക്കടാ, കർവ്ഡ് എസ്കലേറ്റർ, വളഞ്ഞിരിക്കുന്ന എസ്കലേറ്റർ. ഇത് നോക്കണം. വീഡിയോ സ്പെക്ക് തെറ്റിപ്പോയി അവൻ്റെ. നിങ്ങൾ ഫോണോട്ടില്ല? 250 മെഗാ പിക്സലാണ്, 200 മെഗാ പിക്സലാണ്. വെറുതെ വന്നിട്ട് എന്നെ കൊണ്ട് കണ്ട പെർഫ്യൂം മേടിപ്പിച്ച് ഒരു കാര്യമില്ല. കമ്മീഷൻ പക്ഷെ വില കുറവാട്ടോ, 70 ദിർഹം ഒക്കെ ഉള്ളു. അതായത് ഒറിജിനൽ അല്ല, ഡ്യൂപ്പിന്. അതായത് ഒരേ അവരത് ചോദിച്ചാൽ ഏത് സ്പ്രേ ആവണമെന്ന് അതിൻ്റെ ഡ്യൂപ്പ് അവരുടെ കയ്യിലുണ്ട്. അതങ്ങ് മേടിക്കുക, അടിക്കുക, കറക്കുക. സെയിം എഫക്ട്. ഞാൻ മറ്റുള്ളടത്ത് ഉണ്ടാക്കിക്കുന്നതല്ല, കുറച്ച് ഭയങ്കര ലാസ്റ്റിംഗ്. നല്ല ലാസ്റ്റിംഗ് ആട്ടോ, കൊള്ളാം. ഞാൻ മേടിച്ചത് ഒരു ദുയർ സവാജിൻ്റെ ഡ്യൂപ്പാണ്. പക്ഷെ കൊള്ളാം, വെരി നൈസ്, ഇൻട്രസ്റ്റിംഗ്. ഈ ഗൈസ്, അപ്പോൾ നമ്മൾ പോവുകയാണ്. ടാറ്റ എല്ലാവർക്കും. ടാറ്റ. ഡേ പാടെ, നീ പറഞ്ഞില്ലേ? അപ്പോൾ ടാറ്റ. മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വൺസ് അഗെയിൻ. നീ എന്താടാ ഓഫീസാ? ഇതാണ് അവൻ്റെ ലാപ്ടോപ്പ് ഗൈസ്. യെല്ലോ ക്യൂ. നൈസ്. അതിനുണ്ട്. വെരി ഗുഡ്. കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണ്, വേറെ ഒന്നുമില്ല, നേരെ ടു ദുബായ് ആൻഡ് ടു സ്ലീപ്പ്. അപ്പം അൽഷസാം സൈനിങ് ഓഫ്. ബൈ പറടാ. ബൈ ബൈ. ബൈ പറ. ടാറ്റാ. ഡാ പറടാ. ബൈ ബൈ. അപ്പോൾ ബൈ.